കൂട്ടുകാർ ഏതോ ജന്മകൽപ്പന പുത്തൻ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ ശ്രുതി നമ്മുടെ ചേച്ചിയെ, നമ്മുടെ പ്രീതി അമ്മായി അമ്മയൊക്കെ വിളിച്ചിട്ട് എങ്ങനെ പറയുവാ, നമ്മൾക്ക് എന്തായാലും അവരുടെ മുന്നിൽ വിജയിച്ചേ പറ്റൂ, ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് തരാം, നമ്മൾ പല അടവും വൈദ്യത്തിന് വിജയിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അവർക്ക് ഇങ്ങനെ ആത്മവിശ്വാസമൊക്കെ കൊടുത്ത് പ്രാക്ടീസ് ഒക്കെ കൊടുക്കുക കേട്ടോ. എന്താ സംഭവം എന്നറിയില്ല. ഇനി വല്ല മാരേജ് ഫംഗ്ഷന് നമ്മുടെ ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും തമ്മിൽ എന്തെങ്കിലും മത്സരം, അതിൽ പങ്കെടുത്ത് വിജയിക്കാനാണോ എന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. എന്തായാലും നമ്മുടെ ശ്രുതി അവരോട് ഇങ്ങനെ എന്താ പറയുക, മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് പിന്നാലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ശ്രുതി അശ്വിൻ്റെ വീട്ടിൽ പതിവ് പോലെ വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിനും നമ്മുടെ ശ്രുതിയോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ്റെ മുഖത്ത് ഒരു കൊതുക് വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതി ആ കൊതുകിനെ കൊന്നതാട്ടെ. പക്ഷെ അശ്വിൻ്റെ ആ ഒരു കർമ്മം തടിച്ചിട്ടായി കൊതുകിനെ കൊന്നത്. അപ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ദേഷ്യത്തിൽ എടി നീ എൻ്റെ കരണം തടിച്ചല്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുവാണ്. ശ്രുതിക്കാണെങ്കിൽ കൊതുകിനെ കൊന്നതാണെന്ന് പറയാനും പേടി. അവസാനം നമ്മുടെ എനിക്ക് വരുമ്പോൾ നമ്മുടെ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ നോക്കി ദഹിപ്പിക്കുക. അപ്പൊ ഇവിടെ എനിക്ക് ചോദിക്കും, എന്താ ശ്രുതി, എന്താ ഇവിടെ പറ്റിയ, അശ്വിൻ എന്തെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും, പ്രോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോഴാണ് നമ്മുടെ ശ്രുതി പറയുന്നത്, അത് അശ്വിൻ സാറിന്റെ മുഖത്തൊരു കൊതുക് ഇരിപ്പുണ്ടായിരുന്നു, അതിനെ തല്ലി കൊന്നതാ എന്നിങ്ങനെ പറയുന്ന ഒരു രംഗമാട്ടോ നമുക്ക് ഇന്നത്തെ പ്രൊമോന്റെ അവസാനം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയാകും കാര്യങ്ങളല്ലേ. നമ്മുടെ എനിക്ക് മിക്കവാറും അശ്വിൻ ആ വീട്ടിൽ നിന്നും ഓടിക്കും. നമ്മുടെ ശ്രുതിയുടെ പിന്നാലെ നടക്കുന്ന അശ്വിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ. എന്നാൽ അശ്വിനാണെങ്കിൽ അശ്വിനുള്ളിലത്തെ ആ ഒരു പ്രണയമൊട്ട് നമ്മുടെ ശ്രുതിയോട് തുറന്ന് പറയത്തില്ല താനും. ഇനി എപ്പോഴായിരിക്കും, എന്തൊക്കെയായിരിക്കും, ഇനി ഏതൊരു അവസരത്തിലായിരിക്കും നമ്മുടെ അശ്വിൻ അത് വെളിപ്പെടുത്താൻ പോകുന്നത്, നമ്മുടെ ശ്രുതി ആ പ്രണയം അറിയാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.